കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കണ്ടത്. പ്രതികളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോൾ എം.വി. ഗോവിന്ദൻ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ കഥ പറഞ്ഞു. ഒരു നല്ല കാശുള്ള ഒരുത്തൻ, സമ്പന്നനാണ്, എവിടുന്നോ പണം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഒരു ഏരിയ കമ്മിറ്റിയിൽ ചില വിഭാഗീയത കണ്ടപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് നന്നായിട്ട് പണമിറക്കി പാർട്ടി കയ്യിലാക്കി സ്വന്തമാക്കി. CPM-നെ പറ്റിയാ പറയുന്നത്. ഒരു പണക്കാരൻ പണമിറക്കി കളിച്ചപ്പോ അവിടുത്തെ പ്രാദേശിക പാർട്ടി അയാളുടെ കൈകളിലായെന്ന്. എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? ആ പാർട്ടി ഓഫീസ് മയക്കുമരുന്ന് കച്ചവടത്തിനുള്ളൊരു മറയാക്കി, അതിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു ജില്ലാ സമ്മേളനത്തിൽ പറയുകയാ, കച്ചവട കേന്ദ്രമാക്കി മാറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ആഫീസിന്റെ പടി കയറി മുകളിൽ ചെന്നിട്ട് പണം കൊടുത്താൽ മതി, രൊക്കമായിട്ട് കാശ് കൊടുത്താൽ പൊതി കിട്ടും. മയക്കുമരുന്ന്, കഞ്ചാവ്, അതുമായി കുശിയായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. കടം കിട്ടത്തില്ലെന്നേ ഉള്ളൂ, രൊക്കം കൊടുക്കണം. സംഭവം നടക്കുന്നത് CPM പാർട്ടി ഓഫീസിലായതുകൊണ്ട് അതാരും ശ്രദ്ധിക്കത്തുമില്ല. അതായത് കൊലക്കേസ് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഒളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളി. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിനെ പറ്റി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യമാണ്. ഗോവിന്ദനോട് പോയി ഇക്കാര്യത്തിൽ നടപടിയെടുക്കാനൊന്നും ശ്രമിച്ചതാ. പക്ഷെ അവിടെയുള്ള ഒരു മുഴുവൻ ഈ സമ്പന്നന്റെ കൂടെയാ, പാർട്ടി പിടിച്ചെടുത്തവന്റെ കൂടെയാ. ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആളിന് ഒപ്പമാണ്. അവരൊന്നിച്ചു നിന്ന് എതിർത്തപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്ഥലം വിടേണ്ടി വന്നു. പിന്നീട് അവസാനം അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആ കമ്മിറ്റി പിരിച്ചുവിടും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് കാര്യങ്ങൾ ശരിപ്പെടുത്താൻ ഒരു അവസരം ലഭിച്ചത്. ഒരു വിപ്ലവ പാർട്ടിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ പാർട്ടി. നമ്മൾ ആ പാർട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കുമറിയില്ല എന്നായിരിക്കും ആദ്യം പറയുക. പിന്നീട് കയ്യൂര്, കരിവള്ളൂര്, പുന്നപ്ര, വയലാറ് ഈ വക കഥകളുമായി വരും. അല്ലെങ്കിൽ P. കൃഷ്ണപിള്ള, AKG, EMS എന്നിവരുടെ പേരുകൾ എടുത്ത് പുറത്തേക്കിടും. ചോരച്ചാലുകൾ നീന്തി കടന്നു വന്ന പാർട്ടിയാണെന്ന് പറയും. രക്തസാക്ഷികളുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കും. ആ പാർട്ടിയുടെ ഒരു ഓഫീസിലാണ് മയക്കുമരുന്ന് കച്ചവടം നടന്നു എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് പല DYFI നേതാക്കൾക്കും എതിരായിട്ട് ഇതുപോലെ പരാതി ഉണ്ടായിട്ടുണ്ട്. കഞ്ചാവ്, മയക്കുമരുന്ന് കച്ചവടങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട്. അന്നൊന്നും ഇത്രയും നിരീക്ഷിച്ചില്ല. അതൊക്കെ വളരെ ഇൻഡിവിജ്വൽ കേസസ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു കേസ് ഇപ്പോൾ ഓർക്കുന്നത് പന്തളത്താ. അവിടെ ഒരു സംഘം DYFI പ്രവർത്തകരെ മയക്കുമരുന്നുമായിട്ട് പോലീസ് പിടിച്ചു, പോലീസോ എക്സൈസോ പിടിച്ചു. അപ്പോഴാണ് ഏറ്റവും രസകരമായ കാര്യം അറിയുന്നത്, ഈ കേസിൽ പന്തളം സഹാക്കളെ ഒറ്റിക്കൊടുത്തത് കരുനാഗപ്പള്ളിയിൽ ഇതേ കച്ചവടം നടത്തുന്ന DYFI-ക്കാര് തന്നെയാണെന്ന്. കഴിഞ്ഞ ദിവസം ഇടുക്കിയില് ഒരു KSU പ്രവർത്തകന്റെ 5 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചു. 5 ഗ്രാം. അതിനെപ്പറ്റി അവിടുത്തെ ഒരു SFI നേതാവ് വലിയ ഒച്ചത്തിൽ സംസാരിച്ചത്, ഇനി ഓരോ KSU-കാരന്റെയും പോക്കറ്റ് പരിശോധിച്ചിട്ട് വേണം കടത്തിവിടേണ്ടത് എന്നാണ്. ആ പറഞ്ഞ ആളിന്റെ പാർട്ടിയുടെ ആഫീസിലാണ് ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടം നടന്ന കഥ പാർട്ടി സെക്രട്ടറി തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ വിപ്ലവം ആരംഭിക്കുമ്പോൾ വിപ്ലവത്തിന്റെ ബേസ് ക്യാമ്പായി മാറേണ്ടതാണ് ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ. അവിടെയാണ് നമുക്ക് സുലഭമായിട്ട് മയക്കുമരുന്ന് കിട്ടുന്നത്. പറഞ്ഞിട്ടെന്താ കാര്യം? ഇത്രകാലം കാത്തിരുന്നിട്ടും വിപ്ലവം വരുന്നില്ല. അതുമാത്രമല്ല, എക്സാലോജിക്ക് ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങുക മുതലായ മേലേക്കിട കാര്യങ്ങളും നമ്മുടെ കൈവശം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഇച്ചിരി മരുന്ന് വിറ്റ് 4 കാശുണ്ടാക്കാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് പാർട്ടി സെക്രട്ടറി ഇത് പറഞ്ഞത്. ഇനി 13 ജില്ലാ സമ്മേളനങ്ങൾ കൂടിയുണ്ട്. അവിടെ ഇതുപോലെയുള്ള ഓരോ പാർട്ടി രഹസ്യങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയാണെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിൽ മറ്റൊരെണ്ണം, അതും കൂടെ കഴിഞ്ഞാൽ ഈ കഥകളെല്ലാം സമാഹരിച്ച് നമുക്കൊരു പുസ്തകം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരു പാർട്ടിയുടെ ഒരു ആത്മകഥ പോലെ ഒരെണ്ണം. EP ജയരാജനെ തന്നെ അതിന്റെ രചന ഏൽപ്പിക്കാം. അതിന്റെ പ്രസാദനം DC ഏതായാലും ഏൽപ്പിക്കണ്ട. അത് ചിന്ത തന്നെ ചെയ്യട്ടെ, നല്ല വിൽപ്പന കിട്ടും. ചുരുക്കി പറഞ്ഞാൽ, സ്വന്തം ആഫീസിൽ കഞ്ചാവ്, ലഹരി കച്ചവടത്തിന്റെ കട തുടങ്ങിയ പാർട്ടി ഏത് മാരകമായ കേസാണെങ്കിലും അതിലെ പ്രതികളെ രക്ഷിക്കാൻ തയ്യാറാകും എന്ന് മാത്രം ഓർക്കുക.